വർഷാവസാനം 2024, വർഷാരംഭം 2025. ആരംഭിച്ചത് അവസാനിക്കുക എന്നതാണ് നിയമം. എന്നാൽ അവസാനിച്ചിടത്ത് നിന്ന് പുതിയതൊന്ന് ആരംഭിക്കുകയാണിന്ന്. സംഭവബഹുലമായ 2024 ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കുന്നു. പുതിയ 2025 വർഷം ആരംഭിക്കുന്നു. ഇനി കുറച്ചു നാളത്തേക്ക് അല്പം അശ്രദ്ധ വന്നാൽ കണക്കെഴുതുന്നവർ 2025 എന്നതിന് പകരം 2024 എന്ന് എഴുതിക്കൊണ്ടിരിക്കും. വീണ്ടും തിരുത്തി എഴുതാതെ വഴിയില്ല. എന്നാൽ സാവകാശം 2025 നമ്മുടെ കൈപിടിയിലൊതുങ്ങും. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങൾ മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് ഉത്തേജനമാണ്. എന്നാൽ അത് തന്നെ പറഞ്ഞ് വീമ്പടിച്ച് നടക്കുന്ന പ്രാകൃതക്കാരെയും കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു അനുഭവം വിജയമായാലും പരാജയമായാലും അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് പുതിയ വിജയത്തിനായി പ്രയത്നിക്കുക എന്നതാണ്. ഭൂതകാലവും ഭാവികാലവുമല്ല നമ്മെ ഭരിക്കേണ്ടത്, ഇപ്പോൾ ഈ നിമിഷമാണ്. ഒരു ആപ്തവാക്യം ഇങ്ങനെയാണ് കേട്ടിട്ടുള്ളത്: ബി പ്രസന്റ് ഇൻ ദ പ്രസന്റ് ഇൻ ഓർഡർ ടു ബി എ പ്രസന്റ്. വർത്തമാനത്തിൽ ജീവിക്കാൻ കഴിയുന്നവർക്കാണ് മറ്റുള്ളവർക്ക് സമ്മാനം എന്ന പോലെ സന്തോഷവും സമാധാനവും പകർന്നു നൽകാനാവുക. അവർ ശുഭാപ്തി വിശ്വാസക്കാരെന്നാണ് വിളിക്കുക. എന്നാൽ പഴയതോർത്ത് പരിതപിക്കുന്നവരും പിറുപിറുക്കുന്നവരും കണ്ടുമുട്ടുന്നവരിൽ ദുഃഖവും അസ്വസ്ഥതയും വിതയ്ക്കും. ഇനി കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ നാട്ടിലും ലോകത്തിലും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ആദ്യം ഓർമ്മ വരിക ഇന്ത്യയുടെ പൊതു തെരഞ്ഞെടുപ്പും പുതിയ ഭരണ സംവിധാനവുമാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ തന്നെ വീണ്ടും ജനം അധികാരത്തിലേറ്റി. പക്ഷേ ചില നിയന്ത്രണങ്ങളും മുന്നറിയിപ്പുകളും നൽകപ്പെട്ടിട്ടുണ്ട്. ഏകാധിപതികളായി ഭരിക്കാൻ കഴിയാത്ത പൊതുവിധിയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ന്യൂനപക്ഷ മർദ്ദന ഭീഷണി ഒരു പരിധിവരെ നിയന്ത്രിക്കപ്പെടും. ജനപ്രതിനിധികൾ നാടിന്റെ നന്മ ലക്ഷ്യം വെച്ച് ഭരിക്കട്ടെ. US തെരഞ്ഞെടുപ്പിന്റെ ഫലവും അപ്രതീക്ഷിതമായിരുന്നു. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് എല്ലാ സാഹചര്യങ്ങളും എത്തി നിൽക്കുമ്പോൾ ട്രംപിന്റെ ജയം ലോകത്തിൽ ഒരു സന്തുലിതാവസ്ഥ കൈവരിക്കുവാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഉക്രൈൻ യുദ്ധവും പാലസ്തീൻ യുദ്ധവും സമാധാനപരമായി അവസാനിക്കുവാൻ പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച് നിയന്ത്രണാതീതമായ ശക്തി പ്രാപിച്ചു കൊണ്ടിരുന്നുകൊള്ളും തീവ്രവാദത്തിന്റെ അന്ത്യം 2025 സംഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യഥാർത്ഥ ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്, ദൈവഭയത്തോടെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന പോലെ മനുഷ്യൻ മാനവികതയിലും സാഹോദര്യത്തിലും ജീവിക്കുക. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. ദൈവമല്ല മതം സൃഷ്ടിച്ചത്. എവിടെ തിരഞ്ഞാലും എവിടെ നോക്കിയാലും കണ്ടെത്താൻ കഴിയുന്നത് ദൈവത്തിന്റെ ഒരേ സ്വഭാവം മാത്രമാണ്: സ്നേഹം. ലോകം മുഴുവൻ പ്രകാശം ചൂഴ്ന്നു നിൽക്കുന്ന പോലെ ദൈവസ്നേഹമാണ് ഏതെങ്കിലും നമുക്ക് കാണാൻ കഴിയുക. എല്ലാ മതസ്ഥരുടെയും മേൽ ദൈവം ഒരുപോലെ അവന് അനുഗ്രഹം വർഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ പുരോഗമനം അതിന്റെ പൂർണ്ണാവസ്ഥയിലേക്ക് കുതിക്കുമ്പോഴും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക ബുദ്ധി ലോകത്തെ കീഴടക്കിയിരിക്കുമ്പോഴും പക്ഷേ മഹാഭൂരിപക്ഷം മനുഷ്യരുടെയും മനസ്സ് മാത്രം സങ്കുചിതമായി കൊണ്ടിരുന്നു. 2024 ആരംഭിക്കുമ്പോൾ ഏതെന്ത് പ്രതീക്ഷകളായിരുന്നു ഓരോരുത്തർക്കും. പക്ഷേ 2024 പൂർത്തിയാക്കാൻ കഴിയാതെ 500 ലക്ഷത്തിലധികം ജനങ്ങൾ അപകടം, രോഗം തുടങ്ങിയ മൂലം ലോകത്തോട് വിട പറഞ്ഞു. 2025 കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടിയത് ഒരു മഹാത്ഭുതമാണ്, അല്ല, ഒരു മഹാകാരുണ്യമാണ്. ഇന്നത്തെ അത്തിമരത്തിന്റെ ഉപമയിൽ വായിക്കുന്ന പോലെ ദൈവം കരുണയാൽ ഒരവസരം കൂടി നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. നല്ല ദൈവിക ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും പുതുവർഷത്തിൽ ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.